ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ 50-ാം ദിവസം, ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ 10-ാം ദിനത്തിൽ യഹൂദർ സാധാരണയായി പെന്തക്കുസ്ത തിരുനാൾ ആഘോഷിച്ചിരുന്ന അതേ ദിവസം ഇതാ തിരുസഭയുടെ ജന്മദിനം അഥവാ തിരുസഭയുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ പെന്തക്കുസ്ത, പുതിയ പെന്തക്കുസ്ത തിരുനാൾ സംഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് തിരുസഭ മഹത്വത്തിൻ്റെ വലിയ കിരീടവുമായി നിലകൊള്ളുന്നു. 2000 വർഷത്തെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ആളുകൊണ്ടും അർത്ഥം കൊണ്ടും അംഗബലം കൊണ്ടും ഏത് രീതിയിൽ ചിന്തിച്ചാലും തിരുസഭ ഒത്തിരി വളർന്നു. എന്നാൽ ഈ തിരുസഭയുടെ വളർച്ചയുടെ ആദ്യ നാളുകൾ അഥവാ തിരുസഭയുടെ തുടക്കം, അതിനൊരു എളിയ തുടക്കമുണ്ട്. ഈ എളിയ തുടക്കം സഭാമക്കളായ നമ്മൾ അനുദിന ജീവിതത്തിൽ ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വിഷയമാക്കി മാറ്റുന്നത് തീർച്ചയായും നല്ലതാണ്. ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അനേകം വർഷങ്ങൾക്ക് മുൻപ് പേർഷ്യ രാജ്യം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക മുറിയോട് ചേർന്ന് ഒരു രഹസ്യ മുറി ഉണ്ടായിരുന്നു. ഔദ്യോഗിക കാര്യങ്ങൾക്കായി അദ്ദേഹം സിംഹാസനത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഈ രഹസ്യമുറിയിൽ പോയി കുറേ സമയം ഇരിക്കും. മറ്റാർക്കും പ്രവേശനമില്ലാത്ത ആ രഹസ്യമുറിയിൽ കുറച്ച് സമയം ചെലവഴിച്ച് അദ്ദേഹം തിരിച്ചു വരും. എന്താണ് അതിനകത്ത് സൂക്ഷിച്ചിരുന്നത്, എന്താണ് അതിനകത്ത് ഇദ്ദേഹം ചെയ്തിരുന്നത് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഈ ചക്രവർത്തി വളരെ എളിമയുള്ള, കരുണയുള്ള, ഏറ്റവും നല്ല രീതിയിൽ ഭരണം നടത്തിയിട്ടുള്ള ഒരു നല്ല രാജാവായിരുന്നു, ചക്രവർത്തിയായിരുന്നു. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. പ്രജകൾക്ക് ഏറെ പ്രിയപ്പെട്ട ഈ ചക്രവർത്തി ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം മരിച്ചു, അടക്കപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊട്ടാരവാസികൾക്കൊക്കെ ഏറ്റവും ആദ്യം അറിയേണ്ടിയിരുന്നത് ഈ ചക്രവർത്തി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ രഹസ്യമുറിയിൽ പ്രവേശിച്ച് എന്താണ് ചെയ്തിരുന്നത് അഥവാ എന്താണ് ആ രഹസ്യമുറിയിൽ സൂക്ഷിച്ചിരുന്നത്. അതറിയാനുള്ള ആകാംക്ഷയിൽ അവരെല്ലാവരും ആ രഹസ്യമുറി തുറന്ന് പരിശോധിച്ചു. അപ്പോൾ അവർക്ക് സാധിച്ചത് ഒരു ഇടയ വടിയും അതോടൊപ്പം പഴയ ഒരു കീറിയ ഉടുപ്പുമാണ് അവർക്ക് കാണാൻ സാധിച്ചത്. ഒരു ഇടയ വടിയും അതുപോലെ ഒരു കീറിയ ഉടുപ്പുമാണ് അവർക്ക് കാണാൻ സാധിച്ചത്. അവർക്ക് കാര്യം മനസ്സിലായി. കാര്യം എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ ഈ വടിയും അതുപോലെ കീറിയ ഉടുപ്പും അത് ചക്രവർത്തിയുടെ തന്നെ ആയിരുന്നു. ഈ ചക്രവർത്തി സാധാരണഗതിയിൽ ഒരു രാജാവിൻ്റെ മകനായി, രാജകുമാരനായി ജനിച്ച് അങ്ങനെ ചക്രവർത്തി പദത്തിൽ എത്തിയ വ്യക്തി അല്ലായിരുന്നു. ഒരു സാധാരണ ഇടയ ബാലൻ, ദാരിദ്ര്യത്തിൻ്റെ നാൾവഴികളിലൂടെ ജീവിച്ച് കടന്നു പോകുന്ന ഒരു സാധാരണ വ്യക്തി, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ നാടിൻ്റെ, ദേശത്തിൻ്റെ അധിപതിയായി മാറേണ്ടി വരുന്നു. പിന്നീട് അദ്ദേഹം ആ രാജ്യത്തിൻ്റെ ചക്രവർത്തിയാകുന്നു. അങ്ങനെയാണ് ഈ മനുഷ്യൻ ചക്രവർത്തി പദത്തിലേക്ക് എത്തിച്ചേരുന്നത്. എന്നാൽ അദ്ദേഹം ഒരു വലിയ രാജ്യത്തിൻ്റെ ചക്രവർത്തി പദം അലങ്കരിക്കുമ്പോഴും ഓരോ ദിവസവും തൻ്റെ പഴയ ജീവിതകാലത്ത് ആദിമ നാളുകളിൽ ദരിദ്രനായിരിക്കുമ്പോൾ, ഇടയനായിരിക്കുമ്പോൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഇടയവടിയും അതുപോലെ കീറിയ ഉടുപ്പും അദ്ദേഹം പ്രത്യേകം സൂക്ഷിച്ചിരുന്നു. എല്ലാ ദിവസവും രഹസ്യമുറിയിൽ പ്രവേശിച്ച് ഈ 2 കാര്യങ്ങൾ നോക്കി, ഇടയവടിയും ഉടുപ്പും നോക്കി, ആ കീറിപ്പറഞ്ഞ ഉടുപ്പും നോക്കി കുറേ സമയം അദ്ദേഹം ധ്യാനിച്ചിരുന്നു. തൻ്റെ തുടക്കം അഥവാ തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ നാളുകൾ എത്രമാത്രം എളിമയുള്ളതായിരുന്നു അഥവാ എളിയതായിരുന്നുവെന്ന തിരിച്ചറിവും ബോധ്യവും ഇത് അദ്ദേഹത്തിന് സമ്മാനിച്ചു. അത് എന്നും മനുഷ്യരുടെ മുൻപിൽ എളിമയോടും കരുണയോടും കൂടെ പെരുമാറാൻ, ജീവിക്കാൻ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. ഇതൊരു കഥയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭ മഹത്വത്തിൻ്റെ കിരീടവും ചാർത്തി നിൽക്കുമ്പോൾ സഭാമക്കളായ നമ്മളും ഇതുപോലെ ചിന്തിക്കേണ്ടതുണ്ട്. തിരുസഭയുടെ എളിയ തുടക്കം, തിരുസഭയുടെ എളിയ തുടക്കം. ഇതാ 12 അപ്പസ്തോലന്മാർ എളിമയോടെ, വിനയത്തിൽ, ഐക്യത്തിൽ, പ്രാർത്ഥനയിൽ ഒരുമിച്ച് സെഹിയോൻ മാളിക മുറിയിൽ സമ്മേളിക്കുമ്പോൾ
അഥവാ 120ഓളം വരുന്ന ദരിദ്ര സമൂഹം പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് ഒരു മനസ്സോടെ കൂട്ടായ്മയുടെ ഐക്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ച മഹാത്ഭുതമാണ് പെന്തക്കുസ്ത, പുതിയ പെന്തക്കുസ്ത, തിരുസഭയുടെ ഉദ്ഘാടനം, തിരുസഭയുടെ ജന്മദിനം. അതുകൊണ്ട് നമ്മൾ സഭാമക്കൾ ഈ പഴമയിലേക്ക് അഥവാ ഈ എളിയ തുടക്കത്തിലേക്ക് വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കുന്നതും ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിലാണ് ദൈവം പണിതുയർത്തിയ, ചരിത്രത്തിൽ നിർമ്മിച്ച തിരുസഭ എന്ന ഗോപുരത്തെ കാണുന്നത്. ഇതുപോലെ മനുഷ്യൻ പണിതുയർത്തിയ ഒരു ഗോപുരത്തെ പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന മനുഷ്യൻ പണിതുയർത്തിയ ബാബേൽ ഗോപുരത്തെയും അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ ദൈവം ചരിത്രത്തിൽ നിർമ്മിച്ച തിരുസഭ എന്ന ഗോപുരത്തെയും താരതമ്യം ചെയ്ത് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇത് രണ്ടും വിരുദ്ധ നിലകളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിരുദ്ധമായ രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്, വൈരുദ്ധ്യമുള്ള രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. ബാബേൽ ഗോപുരത്തെയും തിരുസഭ എന്ന ഗോപുരത്തെയും നമുക്കൊന്ന് ധ്യാനിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്തൊക്കെയാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഒന്നാമതായി, ബാബേൽ ഗോപുരം മനുഷ്യ പദ്ധതിയുടെ ഭാഗമായിരുന്നു. മനുഷ്യൻ വിഭാവനം ചെയ്തു. പേരും പ്രശസ്തിയും നിലനിർത്താൻ വേണ്ടി മനുഷ്യർ ഒരുമിച്ചുകൂടി ആകാശം മുട്ടെ ഒരു ഗോപുരം നിർമ്മിക്കാൻ ശ്രമിച്ചു. അതാണ് ബാബേൽ ഗോപുരം. എന്നാൽ നേരെ മറിച്ച് തിരുസഭ അത് ദൈവ പദ്ധതിയുടെ ഭാഗമായിരുന്നു. മനുഷ്യ പദ്ധതി അല്ല അത്. മനുഷ്യർക്ക് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റാത്ത, ചരിത്രത്തിൽ ദൈവം നിർമ്മിച്ച ദൈവ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ഗോപുരമാണ് തിരുസഭ എന്ന ഗോപുരം. രണ്ടാമത്, ബാബേൽ ഗോപുരത്തിൻ്റെ നിർമ്മാണത്തിൽ ഭാഷകൾ ചിതറിക്കപ്പെട്ടു. ആ നാളുവരെ എല്ലാ മനുഷ്യരും, ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരേ ഭാഷ സംസാരിച്ചിരുന്നവർ ആയിരുന്നു. എന്നാൽ ബാബേൽ ഗോപുരത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ ഭാഷകൾ ചിതറിക്കപ്പെട്ടു. അവർക്ക് പരസ്പരം സംസാരിക്കുന്നത്, പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ സംജാതമായി. നേരെ മറിച്ച് നമ്മൾ തിരുസഭ എന്ന ഗോപുര നിർമ്മിതിയിൽ കാണുന്ന കാര്യം, അപ്പസ്തോലന്മാരുടെ ഭാഷ എല്ലാവരും മനസ്സിലാക്കുന്നു. ഭാഷ ഒന്നായി മാറുന്നു. ഒന്നായി മാറിയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ഭാഷ സംസാരിച്ചു എന്നല്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പസ്തോലന്മാർ പറഞ്ഞ കാര്യങ്ങൾ അവരവരുടെ മാതൃഭാഷയിലാണ് സംസാരിച്ചത്. എങ്കിലും വിവിധ ദേശങ്ങളിൽ നിന്നും വിവിധ നാടുകളിൽ നിന്നും വിവിധ സംസ്കാരങ്ങളിൽ നിന്നും കടന്നു വന്ന വ്യത്യസ്തരായ മനുഷ്യർ താന്താങ്ങളുടെ മാതൃഭാഷയിൽ അപ്പസ്തോലർ പറഞ്ഞത് മനസ്സിലാക്കി ഇത് ഭാഷയ്ക്ക് ഒരു ഐക്യരൂപം കൈവരുന്നതായി നമ്മൾ കാണുന്നു. വീണ്ടും മൂന്നാമത്, ബാബേൽ ഗോപുരത്തിൽ നമ്മൾ കാണുന്നു ഒരു ജനത ചിതറിക്കപ്പെട്ടു അഥവാ ഭിന്നിപ്പിക്കപ്പെട്ടു. അതുവരെ ഒറ്റ ജനതയായിരുന്നവർ ബാബേൽ ഗോപുര നിർമ്മിതിയിൽ, മനുഷ്യ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ബാബേൽ ഗോപുര നിർമ്മിതിയിൽ ഭിന്നിക്കപ്പെടുകയാണ്, ചിതറിക്കപ്പെടുകയാണ്, അകന്നകന്നകന്നകന്ന് പോവുകയാണ്. എന്നാൽ ഇവിടെ നേരെ മറിച്ച് തിരുസഭ എന്ന ഗോപുര നിർമ്മിതിയിൽ നമ്മൾ കാണുന്നു പരിശുദ്ധാത്മാവ് സകലരെയും ഐക്യത്തിലേക്ക്, ഒരുമയിലേക്ക് കൊണ്ടുവരുന്നു. വിവിധ നാടുകളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും വന്നവർ ഒരു വിശ്വാസം ഏറ്റുപറഞ്ഞ്, ഒരു ജ്ഞാനസ്നാനം സ്വീകരിച്ച്, ഒരു മനസ്സോടെ പിന്നീട് തുടർന്ന് ജീവിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നാലാമതായി, ബാബേൽ ഗോപുര നിർമ്മിതിയിൽ പ്രവർത്തിച്ചത് മനുഷ്യൻ്റെ അഹങ്കാരമായിരുന്നു. മനുഷ്യൻ്റെ പേരും പ്രശസ്തിയും നിലനിർത്താനുള്ള അഹങ്കാര ചിന്തയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് യഥാർത്ഥത്തിൽ ഈ ഗോപുര നിർമ്മിതി, ബാബേൽ ഗോപുര നിർമ്മിതി എങ്കിൽ, നേരെ മറിച്ച് തിരുസഭ ഗോപുര നിർമ്മിതിയിൽ നമ്മൾ കാണുന്നു എളിമയിലും വിനയത്തിലും പ്രാർത്ഥനയുടെ ഐക്യത്തിലുമായിരുന്ന ശിഷ്യരിലേക്കാണ് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ശിഷ്യരിലും ശിഷ്യരിലൂടെയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. എളിമയിലും വിനയത്തിലും വ്യാപരിച്ച ശിഷ്യന്മാരിലും ശിഷ്യന്മാരിലൂടെയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ തിരുസഭ എന്ന ഗോപുര നിർമ്മിതിയിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുക. വീണ്ടും ബാബേൽ ഗോപുരം നിർമ്മിക്കപ്പെട്ടത് അത് ഇഷ്ടിക ചുട്ടെടുത്ത്, മനുഷ്യർ ഇഷ്ടിക ചുട്ടെടുത്ത്, തീയിൽ ഇഷ്ടിക ചുട്ടെടുത്ത്
അങ്ങനെയാണ് ബാബേൽ ഗോപുരം നിർമ്മിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇവിടെ നേരെ മറിച്ച് തിരുസഭയുടെ നിർമ്മിതിയിൽ നമ്മൾ കാണുന്നു, അവിടെയും അഗ്നി കൊണ്ട് ഒരു ചുട്ടെടുക്കൽ സംഭവിക്കുന്നുണ്ട്. എന്താണ് അഗ്നി? പരിശുദ്ധാത്മ അഗ്നി. ഇവിടെ ഇഷ്ടികയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? അപ്പസ്തോലന്മാരാണ്, അഥവാ ആദ്യത്തെ ആ ക്രൈസ്തവ സമൂഹമാണ്. അപ്പസ്തോലന്മാരെന്ന ക്രിസ്തു ശിഷ്യരെന്ന സമൂഹത്തിൽ, വ്യക്തികളിൽ, അഥവാ പ്രതീകാത്മകമായി അപ്പസ്തോലന്മാരെന്ന ശിഷ്യരെന്ന ഇഷ്ടികയിൽ പരിശുദ്ധാത്മാവെന്ന അഗ്നി ആവസിച്ച് ആ അടിത്തറമേൽ പണിതുയർത്തപ്പെടുകയാണ് തിരുസഭ എന്ന ഗോപുരം. ആറാമതായി നമ്മൾ കാണുന്നു ബാബേൽ ഗോപുര നിർമ്മിതി. അത് തകർച്ചയുടെ ഒരു കഥയാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. നേരെ മറിച്ച് തിരുസഭ എന്ന ഗോപുരം അത് പടുത്തുയർത്തലിൻ്റെ ചരിത്രമാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. പടുത്തുയർത്തലിൻ്റെ ഒരു വലിയ ചരിത്രം. ഇതുപോലെ ഏഴാമതായി ദൈവഹിതത്തിനെതിരായ പ്രവർത്തനമാണ് ബാബേൽ ഗോപുര നിർമ്മിതിയിൽ നമ്മൾ കാണുന്നത്. ദൈവഹിതത്തിനെതിരായി, ദൈവത്തിൻ്റെ ആഗ്രഹമല്ലായിരുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയല്ലായിരുന്നു, മനുഷ്യൻ്റെ പദ്ധതിയുടെ ഭാഗമായി വന്നതായിരുന്നു. എന്നാൽ ഇവിടെ തിരുസഭ എന്ന ഗോപുര നിർമ്മിതിയിൽ നമ്മൾ കാണുന്നു, ദൈവഹിതമനുസരിച്ച് ഒരു മനസ്സോടെ ഐക്യത്തിൽ പ്രാർത്ഥിച്ച ശിഷ്യരിൽ, അപ്പസ്തോലരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് നിർമ്മിക്കപ്പെടുന്ന ചരിത്രത്തിൽ ദൈവം പണിത ഗോപുരമായി തിരുസഭ നിലകൊള്ളുന്നു. എട്ടാമതായി ബാബേൽ ഗോപുര നിർമ്മിതിയിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യരെ ശിക്ഷിക്കുന്ന ദൈവത്തെയാണ് അവതരിപ്പിക്കപ്പെടുന്നത് എങ്കിൽ, തിരുസഭ ഗോപുര നിർമ്മിതിയിൽ നമ്മൾ കാണുന്നു സ്വർഗത്തിൽ നിന്ന് അഗ്നിമഴയായി പെയ്തിറങ്ങി മനുഷ്യനെ വളർത്തുന്ന, പടുത്തുയർത്തുന്ന ചരിത്ര സംഭവമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഒൻപതാമത്, ബാബേൽ ഗോപുരം എന്നേക്കുമായി തകർക്കപ്പെട്ടു. അതിൻ്റെ യാതൊരു ശേഷിപ്പുമില്ലാത്ത വിധത്തിൽ എന്നേക്കുമായി തകർക്കപ്പെട്ടു. ഇനിയൊരു ബാബേൽ ഗോപുര നിർമ്മിതി അസാധ്യമാകുമാറ്, അല്ലെങ്കിൽ അതിൻ്റെ ശേഷിപ്പിൽ നിന്ന് മറ്റൊന്നും നിർമ്മിക്കുക അസാധ്യമാകുമാറ് എന്നേക്കുമായി ബാബേൽ ഗോപുരം തകർക്കപ്പെടുന്നു. നേരെ മറിച്ച് തിരുസഭ എന്നേക്കുമായി നിലനിൽക്കുന്നു. അതെന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, തിരുസഭ എന്നേക്കും നിലനിൽക്കുന്നു, അതെന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ഇതാ ലോക ചരിത്രത്തിൽ 2000 വർഷമായി നിലകൊള്ളുന്ന ഏക പ്രസ്ഥാനം കത്തോലിക്ക തിരുസഭ തന്നെയാണ്. മറ്റൊരു പ്രസ്ഥാനവും ഇത്രയും വർഷങ്ങൾ നിലനിന്നിട്ടില്ല. 100, 200, 300, 500 വർഷങ്ങൾക്കുള്ളിൽ തകർന്നു പോകുന്ന പ്രസ്ഥാനങ്ങളെയാണ് നമ്മൾ എന്നും എവിടെയും ചരിത്രത്തിൽ കണ്ടിട്ടുള്ളത്. എന്നാൽ 2000 വർഷമായിട്ടും ഒത്തിരി കുറവുകളും പോരായ്മകളും ഒക്കെ തിരുസഭാ മക്കളായ നമ്മളിൽ ഉണ്ടായിട്ട് പോലും ഏത് രീതിയിൽ ചിന്തിച്ചാലും തകർന്നു പോകാവുന്ന ഒത്തിരി സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ട് പോലും സഭ ഇന്ന് നിലനിൽക്കുന്നു. തിരുസഭയ്ക്കെതിരെ അകത്തുനിന്നും പുറത്തുനിന്നും ഒരുപാട് ആക്രമണങ്ങൾ എല്ലാ അർത്ഥത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നിട്ടും തിരുസഭ ഇന്നും നിലനിൽക്കുന്നു. ലോകാവസാനം വരെ അത് നിലനിൽക്കുകയും ചെയ്യും. കാരണം തിരുസഭയെ വളർത്തുന്നത്, നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നയിക്കുവോളം കാലം തിരുസഭ നിലനിൽക്കും. ആര് പരിശ്രമിച്ചാലും, എങ്ങനെ പരിശ്രമിച്ചാലും, തിരുസഭയെ തകർക്കാൻ ഏത് വിധത്തിൽ ആരെല്ലാം എങ്ങനെയെല്ലാം ശ്രമിച്ചാലും തിരുസഭ പരിശുദ്ധാത്മാവിൻ്റെ കൈകളിൽ ഭദ്രമാണ്. പരിശുദ്ധാത്മാവ് നയിക്കുവോളം തിരുസഭ നിലനിൽക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുസഭ എന്ന ചരിത്രത്തിൽ ദൈവം നിർമ്മിച്ച ഈ ഗോപുരത്തെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമായി പെന്തക്കുസ്ത തിരുനാളായ തിരുസഭയുടെ ഉദ്ഘാടന ദിനം, ജന്മദിനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, എന്നും ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട അനുഭവമാണ് പെന്തക്കുസ്ത എന്ന് തിരിച്ചറിയുക. ചരിത്രത്തിൽ ഒരിക്കൽ നടന്ന സംഭവം, ഒരിക്കൽ മാത്രം നടന്ന സംഭവമല്ല, എന്നും നമ്മിൽ സംഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് പെന്തക്കുസ്ത. അതായത് മാമോദീസായിലൂടെ നമ്മൾ എല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മിൽ പൂർണ്ണത പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിത കൂദാശ സ്വീകരണത്തിലൂടെ ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ ജ്വലിക്കുന്നു, ജ്വലിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് കൂദാശകൾ വഴിയും വചന വായനയും ധ്യാനവും വഴിയും പരസ്നേഹ പ്രവർത്തികൾ വഴിയും പ്രാർത്ഥന ജീവിതം വഴിയും നമുക്കുള്ളിലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം, നവീകരിക്കണം.
അത് എന്നും നമ്മുടെ ജീവിതത്തിൽ തുടരേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും വേണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ഈശോ ശിഷ്യരോട് പറയുകയാണ്, അവൻ വന്ന്, അവൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുന്നതായി ഈ വചനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? 1, പാപബോധം പരിശുദ്ധാത്മാവ് നൽകും. 2, നീതിബോധം പരിശുദ്ധാത്മാവ് നൽകും. 3, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം പരിശുദ്ധാത്മാവ് നൽകും. ഈ വചനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നൽകുന്ന 3 കാര്യങ്ങളാണ് നമുക്കിവിടെ ഈ വചനത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമുക്കൊന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കാം പ്രിയപ്പെട്ടവരെ. ഒന്നാമത്, പാപബോധം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പാപബോധം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഒരു കുഞ്ഞ് കഥ ഓർമ്മ വരുന്നു. പ്രവാചകൻ എന്ന പേരിൽ ഒരു കഥയുണ്ട്. പുന്നത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ മനോഹരമായ, അല്ലെങ്കിൽ വളരെ പ്രശസ്തി ആർജിച്ച പ്രസിദ്ധമായൊരു കഥയാണ് പ്രവാചകൻ എന്ന കഥ. ഈ കഥയുടെ അവലംബം ബൈബിളിലൊരു സംഭവം തന്നെയാണ്. യേശുവിൻ്റെ അടുത്ത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെയും കൊണ്ട് ജനക്കൂട്ടം, നിയമപണ്ഡിതരൊക്കെ വരുന്നു. എന്നിട്ട് ഈശോയോട് അവർ ചോദിക്കുകയാണ്, മോശയുടെ നിയമം അനുസരിച്ച് ഇവളെ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം, നിന്റെ അഭിപ്രായം എന്താണ്? അന്നേരം ഈശോ നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. ഈ സംഭവത്തെ ആധാരമാക്കിക്കൊണ്ട് തന്നെയാണ് പ്രവാചകൻ എന്ന കഥയിൽ ഗ്രന്ഥകർത്താവ് അല്ലെങ്കിൽ കഥാകൃത്ത് ഇതിനെ ആധാരമാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിലെ സംഭവം വിവരിക്കുന്നത്. ഒരു പ്രവാചകന്റെ മുൻപിൽ ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നു. ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. അവളെ ചൂണ്ടിക്കാണിച്ച് പ്രവാചകനോട് ചോദിക്കുന്നു, ഇവളെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് നിലവിലുള്ള നിയമം, നീ എന്ത് പറയുന്നു? പ്രവാചകൻ നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. എല്ലാവരും കല്ല് താഴെയിട്ട് തിരിച്ചു പോകുന്നു. ബൈബിളിൽ അതേ സംഭവം തന്നെ. നാളുകൾ കഴിഞ്ഞു, വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ കടന്നുപോയി. ഇതാ ഈ കാലഘട്ടമാകുന്നു. ഈ കാലഘട്ടത്തിൽ ഇതേ സംഭവം ആവർത്തിക്കപ്പെടുന്നു. പ്രവാചകന്റെ അടുത്ത് ഒരു വലിയ ജനക്കൂട്ടം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായി വരുന്നു. ഇതേ കാര്യം പറയുന്നു, കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് നിയമം, നീ എന്ത് പറയുന്നു? പ്രവാചകൻ നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. അദ്ദേഹം നിലത്ത് കുനിഞ്ഞിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീയുടെ ദീനരോദനം കേട്ട് തലപൊക്കി നോക്കുകയാണ്. പ്രവാചകൻ ഞെട്ടിപ്പോയി. ആ സ്ത്രീ നിന്നിരുന്ന സ്ഥലത്ത് വലിയ ഒരു കൽക്കൂമ്പാരം. ആ സ്ത്രീയെ എല്ലാ മനുഷ്യരും ചേർന്ന് കല്ലെറിഞ്ഞ് കൊന്ന് തങ്ങൾ നീതി നടപ്പാക്കി എന്ന ഒരു ചാരിതാർത്ഥ്യത്തോടെ മടങ്ങിപ്പോവുകയും ചെയ്തു. ഈ 2 കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് നമുക്കതിൻ്റെ ആശയം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. ആദ്യത്തെ സമൂഹം അവരോട് പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആരും കല്ലെറിയാതിരുന്നത് തങ്ങൾ പാപികളാണെന്ന ബോധം അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നിലും പാപമുണ്ട്, ഞാനും പാപിയാണ്, അതുകൊണ്ട് എനിക്ക് മറ്റാരെയും വിധിക്കാനോ മറ്റാരെയും ശിക്ഷിക്കാനോ അനുവാദമില്ലെന്നുള്ള തിരിച്ചറിവ്, പാപബോധം ആദ്യത്തെ സമൂഹത്തിനുണ്ടായിരുന്നു. രണ്ടാമത്തെ സമൂഹത്തിൻ്റെ പ്രത്യേകത അവരിൽ പാപമില്ലാഞ്ഞിട്ടല്ല, പാപബോധമില്ലായ്മയാണ്. അവരിൽ പാപമുണ്ടായിരുന്നു, എന്നാൽ തങ്ങൾ പാപികളാണെന്നോ തങ്ങൾ പാപം ചെയ്യുന്നവരാണെന്നോ ഉള്ളൊരു അവബോധമില്ലാതിരുന്നു. ഇതൊരു വലിയ ദുരന്തമാണ്. നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. പാപബോധമുള്ളവരാണോ നമ്മൾ? ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും പാപികളാണ്. ഞാനും നിങ്ങളും ലോകത്തുള്ള സകലരും ചെറുതും വലുതുമായ പാപങ്ങൾ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ചെയ്യുന്നുണ്ട്. എന്നിട്ടും നമുക്ക് പാപബോധമുണ്ടോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്, നീതിമാൻ പോലും 7 പ്രാവശ്യം ദിവസത്തിൽ തിന്മ ചെയ്യുന്നുവെന്ന്. ഓരോ ദിവസവും ഒരു നീതിമാൻ പോലും 7 തവണയെങ്കിലും തിന്മ ചെയ്യുന്നുവെന്ന്. വലിയ വലിയ വിശുദ്ധാത്മാക്കൾ, കത്തോലിക്ക തിരുസഭ വളരെയധികം ബഹുമാനിക്കുന്ന വലിയ വലിയ വിശുദ്ധാത്മാക്കൾ, അവരുടെ ജീവചരിത്രം വായിച്ചാൽ അറിയാം, അവർ മിക്കവാറും എല്ലാ ദിവസവും ദൈവത്തിന് തിരുമുൻപിൽ മാറത്തടിച്ച് നിലവിളിച്ച് ഞാൻ പാപിയാണ് പാപിയാണ് പാപിയാണെന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന സംഭവങ്ങൾ. ഇവരൊക്കെ എന്ത് പാപം ചെയ്തിട്ടാ? പ്രിയപ്പെട്ടവരെ, ഏറ്റവും നിസ്സാരമായ കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ പോലും ദൈവസന്നിധിയിൽ അത് ഗൗരവമുള്ളതാണെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു, പാപബോധം ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു കാര്യമാണ് പാപബോധം. കുമ്പസാരക്കൂട്ടിലിരുന്ന് കുമ്പസാരം കേൾക്കുമ്പോൾ വേദനയോടെ പറയട്ടെ, കുറേ അധികം പേരെങ്കിലും പറയാറുള്ളൊരു കാര്യം, ഞാനങ്ങനെ പ്രത്യേകിച്ച് പാപമൊന്നും ചെയ്യാറില്ല അച്ഛാ, അച്ഛാ. പലരും പറയാറുള്ളതാ. ഒത്തിരി വൈദികരിത് കുമ്പസാരക്കൂട്ടിൽ പലപ്പോഴും കേൾക്കുന്നതാ. സത്യത്തിൽ ആ പറയുന്നതാണ് ഏറ്റവും വലിയ പാപം. കാരണം
പാപമില്ലാത്തത് കൊണ്ടല്ല പാപമില്ലെന്ന് പറയണത്, പാപബോധമില്ലായ്മയാണ്. നമ്മൾ ആത്മപരിശോധനയ്ക്ക്, നമ്മുടെ ആത്മാവിനെ, ഹൃദയത്തെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. പരിശുദ്ധാത്മാവാണ് പാപബോധം നൽകുക. അതിനോട് നമ്മൾ പ്രത്യുത്തരിക്കണം, അനുദപിച്ച് കുമ്പസാരിക്കാൻ തയ്യാറാകണം. രണ്ടാമതായി, നീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവാണ്. നീതിബോധം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഒരു തോന്നൽ വന്നേക്കാം, ഇത് നീതി എന്ന് പറയുന്ന ഒരു സാമൂഹ്യ നന്മ അഥവാ ഒരു സാമൂഹ്യ ഒരു പുണ്യം എന്ന നിലയിൽ അല്ല. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുമെന്ന് ഈ വചനഭാഗത്ത് പറയുന്നത് യേശുവിനെ നിരാകരിക്കുന്നതിൽ യാതൊരു ന്യായീകരണവുമില്ല എന്ന് പരിശുദ്ധാത്മാവ് ബോധ്യം നൽകും. അതാണ് ഇവിടെ നീതിബോധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു ഇല്ലാത്ത, യേശുവിൽ വിശ്വാസമില്ലാത്ത, യേശുവിൽ ആശ്രയിക്കാത്ത ഒരു ലോകക്രമത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ഒരു സിനിമയുണ്ട്, വേൾഡ് ഇൻ ഡാർക്ക്നെസ് എന്ന പേരിലുള്ള സിനിമ. ആ സിനിമയിലെ കഥ ഇങ്ങനെയാണ്. ഭൂഗർഭ ശാസ്ത്രജ്ഞർ പരിവേഷണം നടത്തുന്നു. അങ്ങനെ പരിവേഷണം നടത്തുന്നത് യേശുവിൻ്റെ കല്ലറയിലാണ്. യേശുവിൻ്റെ കല്ലറയിൽ പരിവേഷണം നടത്തുന്ന ഇവർ ലോകത്തോട് പ്രഖ്യാപിക്കുന്നു, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. വർഷങ്ങളിലൂടെ, ഒത്തിരി വർഷം കൊണ്ട് കറുത്തിരുണ്ട് പോയ ഒരു ശവശരീരം ഞങ്ങൾക്ക് കിട്ടി. ഇതോടെ ലോകം ആകെ ഒരു മ്ലാനതയിലേക്ക് വരികയാണ്. ഇതാ യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. പിന്നെ എന്ത് സംഭവിച്ചു? വൈദികരും സിസ്റ്റേഴ്സും സമർപ്പിതരും അവരുടെ സമർപ്പ ജീവിതമൊക്കെ ഉപേക്ഷിച്ചു. കാരണം ക്രിസ്തു ദൈവമല്ലെന്ന് തെളിയിക്കപ്പെടുകയാണ്. കാരണം ഈ ഒരു സംഭവത്തിലൂടെ മാത്രമല്ല, ലോകത്താകെ അശാന്തിയും അസമാധാനവും കൊള്ളയും കൊള്ളിവെപ്പും ഒക്കെ പതുക്കെ പതുക്കെ ആരംഭിക്കുകയാണ്. പോലീസിനും പട്ടാളത്തിനും ഗവൺമെൻറ്റിനും ഒന്നിനെയും നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ അവസാനത്തിൽ ഈ മനുഷ്യൻ, ഈ ഭൂഗർഭ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ ലോകത്തോട് വീണ്ടും പ്രഖ്യാപിക്കുന്നു, ഞാൻ പറഞ്ഞത് കള്ളമായിരുന്നു, സത്യത്തിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് കള്ളമായിരുന്നു. വീണ്ടും ഇതാ ലോകം പഴയ ക്രമസമാധാനത്തിലേക്ക് വീണ്ടും ലോകം കടന്നു വരുന്നു, ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ നിരാകരിച്ചുകൊണ്ടൊരു ജീവിതക്രമം ലോകത്ത് ഉണ്ടാവുക ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് ആ സിനിമയിൽ മനോഹരമായ വിധത്തിൽ അത് അവതരിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഓർക്കുക, പരിശുദ്ധാത്മാവ് ശക്തമായ ബോധ്യം നൽകുന്നു. മൂന്നാമതായി, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം. ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം. ക്രിസ്തുവിൻ്റെ മരണം വ്യത്യസ്ത രീതിയിലാണ് ഓരോരുത്തർ കണക്കാക്കിയത്. ഫരിസേയർക്ക് അത് ശത്രുവിനെ നിർമ്മാർജ്ജനം ചെയ്യലായിരുന്നു. ശിഷ്യന്മാർക്കത് തിന്മയുടെ ഒരു വിജയം പോലെയാണ് അവർ കണ്ടത്. നന്മയുടെ മേൽ തിന്മ വിജയിച്ച പോലെ സങ്കടത്തോടെ അവർ നോക്കിക്കണ്ടു. സാധാരണ മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ നല്ല മനുഷ്യൻ്റെ ദാരുണമായ അന്ത്യം പോലെ അവരതിനെ കണക്കാക്കി. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ മരണം അത് യേശുവിൻ്റെ സമ്പൂർണ്ണ വിജയമായിരുന്നു. പിശാചിൻ്റെ മേലുള്ള സമ്പൂർണ്ണ വിജയമാണ് യഥാർത്ഥത്തിൽ കുരിശ് മരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ ഇതൊരു പരാജയമാണെങ്കിൽ വിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയൊരു വിജയമാണ് കുരിശും മരണം. പലപ്പോഴും ഈ ക്രിസ്ത്യാനികളെ കുറിച്ചുള്ളൊരു വിമർശനം പുറത്തുള്ള പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. സ്വയം രക്ഷിക്കാൻ സാധിക്കാത്തവനോട് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിഡ്ഢികളുടെ സമൂഹമാണ് ക്രിസ്ത്യാനികൾ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ. കാരണം ഈശോ കുരിശിൽ ഇതാ സ്വയം രക്ഷിക്കാൻ സാധിക്കാതെ മരിച്ചു എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. പ്രിയപ്പെട്ട, സത്യത്തിൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണം അതാണ് ഏറ്റവും വലിയ വിജയം പിശാചിൻ്റെ മേൽ. ഈ ബോധ്യം ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം നൽകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളിൽ കത്തിപ്പടരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ജ്വലിപ്പിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.